Hello everyone. So today our topic is lines written in early spring. നമ്മൾ ഇന്നിവിടെ പറയുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പോമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വില്യം വേർഡ്സ്വർത്ത് എഴുതിയ ഒരു പോമാണ്. ഈ ഒരു പോയത്തിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പോയറ്റ് എന്ന് പറയുന്നത് ഒരു നേച്ചേഴ്സ് പോയറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന ആള് എന്താണ്, അദ്ദേഹം ഒരുപാട് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു നേച്ചേഴ്സ് ഒരു പോയിറ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. സോ ഹിയർ നമ്മുടെ ഗ്ലിംസസ് ഓഫ് ഗ്രീനിലെ ഒരു പോയമാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് സൈറ്റ് ഓതേഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് ഒരു പോയറ്റ് ആണ്. അതും ഒരു റൊമാൻറ്റിക് പോയറ്റ് ആണ്. ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് ആണ് നമ്മുടെ വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1770 to 1850 വരെ ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഓഫ് പോയംസും അതുപോലെ തന്നെ ലിറിക്കൽ ബാലഡ്സും എല്ലാം ഇദ്ദേഹത്തിന്റെ ഒരു സംഭാവനകളിൽ ഒന്നാണ്. ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ഡാഫോഡിൽസ്, ലൂസി ഗ്രേ ആൻഡ് ദ പ്രില്യൂഡ് ആണ്. അതുപോലെ നേച്ചർ ആസ് എ സെൻട്രൽ തീമാണ്. ഇവിടെ ഇത്രയുമാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിൽ എപ്പോഴും ഓർത്തു വെക്കേണ്ട കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ കീ ടേംസ് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് പറയുമ്പോൾ റൊമാൻറ്റിക് പോയറ്റ് എന്ന് ആദ്യം മനസ്സിൽ വരെയും വേണം. ലിറിക്കൽ ബാലഡ്സ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല വർക്ക്സ് എന്ന് പറയുന്നത്. ഇനി ഈ പോയത്തിൽ എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പ്രകൃതി എന്ന് പറയുന്നത്. നമ്മൾ എന്തിനും ഏതിനും എന്താണ് നേച്ചറിനെയാണ് നമ്മൾ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത്. നമുക്കെല്ലാം ഗിവറും ടേക്കറും ഒക്കെ ആരാന്ന് പറയുന്നത് നേച്ചറാന്നാണ് പറയുന്നത്. ആ നേച്ചറിനെ നമ്മൾ എങ്ങനെ ഈ ഒരു ഫസ്റ്റ് പിക്ചറിലൂടെ തന്നെ അത് കാണാൻ പറ്റും അല്ലേ? എത്ര ഭംഗിയായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേച്ചറാണ് അത്. നമുക്ക് ചുറ്റും നമുക്ക് കാണുന്നതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വി ആർ കോൺകറിങ്, ആ ടേം തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? നമ്മൾ കോൺകർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നേച്ചറിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ എന്ന് പറയുമ്പോൾ നേച്ചർ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെല്ലാം മറന്ന് നമ്മൾ ആ ഒരു 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 നേച്ചറിനോട് ഒരു നന്ദി പോലും കാണിക്കാത്ത വിധത്തിൽ നമ്മൾ അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരു കാര്യം നമുക്ക് ഓർക്കാം, നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മരം മുറിക്കുമ്പോൾ ഒരു മരം നടണം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും എല്ലാവരും ജീവിതത്തിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ കൈൻഡ് ഇസ് ഓൾവേസ് ഇൻ സെർച്ച് ഓഫ് ഹാപ്പിനെസ് ദാറ്റ് ഇസ് ഫാർ ബിയോണ്ട് ഇറ്റ്സ് റീച്ച്. വാട്ട്സ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്? മനുഷ്യൻ എപ്പോഴും ഹാപ്പിനെസ് തിരക്കുന്ന ഒരാളാണ് അല്ലേ? നമ്മൾ എല്ലാവരും എത്ര കിട്ടിയാലും നമ്മൾ വളരെ എന്താണ് ഇനിയും എത്ര സന്തോഷം കിട്ടും, എത്ര ഹാപ്പിനെസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, അങ്ങനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അതിനേക്കാളും ഒക്കെ അപ്പുറം നമ്മൾ ആരെ മറന്നു പോകും? നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ചുറ്റുപാടാണ് നമ്മൾ മറന്നു പോകുന്നത്. ഇൻ സെർച്ച് ഓഫ് ന്യൂ ഹാപ്പിനെസ് എന്താണ്? വി ഫോർഗെറ്റ് അബൌട്ട് ഓൾ ദ തിങ്സ് അറൗണ്ട് അസ്. നമ്മൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ മറക്കാൻ പാടില്ല എന്ന ഒരു സന്ദേശമാണ്, എന്നൊരു മെസ്സേജ് ആണ് അദ്ദേഹം നമുക്ക് പാസ് ചെയ്തു തരുന്നത്. നമ്മുടെ കമ്മിങ് ജനറേഷനോടും പറയാനുള്ളത് അത് മാത്രമാണ്. ഈ ഒരു പോയം എഴുതുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ഫ്രഞ്ച് റെവല്യൂഷൻ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതുന്ന ഒരു പോമാണ്. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ? ഫ്രഞ്ച് റെവല്യൂഷനകത്ത് വരുന്നത് നമ്മുടെ അന്ന് നമ്മൾ പുതിയ ഡെവലപ്മെന്റലിന്റെ ആ ഒരു സ്റ്റേജിൽ ഫ്രാൻസിൽ എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹ്യൂമനെ തന്നെ ഒരുപാട് എന്താണ് കോൺകർ ചെയ്ത് നശിപ്പിച്ച് അവരുടെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു അല്ലെ? പുതിയ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് പ്രകൃതി ഒരുപാട് റൂയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ ആയിരുന്നു ആ സമയം കടന്നു പോകുന്നത്. അതുപോലൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ പോയറ്റ് ഇങ്ങനെ ഒരു കവിത എഴുതാനായിട്ട് തയ്യാറാവുന്നത്. അപ്പൊ നമുക്ക് പോയത്തിലോട്ട് പോവാം. ഇവിടെ തന്നെ വില്യം വേർഡ്സ്വർത്തിന്റെ ഒരു ചെറിയൊരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ കീവേഡ്സ് അല്ലാതെ എന്താണ് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനധികം കുറച്ച് വേർഡ്സും കൂടി അല്ലെങ്കിൽ വർക്ക്സും കൂടി നമുക്ക് ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് പോയത്തിലോട്ട് പോവാം. ഈ പോയത്തില് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഒളിഞ്ഞിരിക്കുന്ന ഒരു പോയമാണ് ഇത്. അതായത് ഒരുപാടുണ്ട്. ഇതിന്റെ ആ ഒരു മീനിങ് എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ പോയറ്റിക് ഡിവൈസസ് ഒക്കെ നമുക്കറിയാം അല്ലേ?
നമ്മൾ ചെറുതിലേ ചെറിയ ക്ലാസ് മുതലേ തന്നെ ഫോളോ ചെയ്ത് വരുന്ന നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ് റൈമിംഗ് സ്കീം, അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. ഇതിൽ അത്രയും കോമൺ ആയിട്ടുള്ള കാര്യം മുതൽ അങ്ങ് വലിയ കാര്യങ്ങൾ വരെ ഈ പോയിന്റിനകത്ത് തരുന്നുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കേണ്ടതും ഈ പോയറ്റിക് ഡിവൈസസ് ആയിരിക്കണം. അതിനകത്ത് ആ പോയറ്റിക് ഡിവൈസസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ പോയത്തിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഈ പോയം എങ്ങനെയാണ് മനസ്സിൽ നിൽക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് ഐ എം ഗോയിങ് ടു റീഡ് ദിസ് പോം. I heard 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. So here we can see the 4 lines. നമുക്കറിയാം ഈ 4 ലൈൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻസയാണ്. 4 ലൈൻസ് ഉള്ള ഒരു സ്റ്റാൻസയെ ഒരു ക്വാട്രെയിൻ എന്നാണ് പറയുന്നത്. I heard 1,000 blended notes. ഒരുപാട് ബ്ലെൻഡഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരുപാട് മ്യൂസിക് അദ്ദേഹം ആസ്വദിക്കുകയാണ്. എവിടെയാണ് ഇരിക്കുന്നത്? ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. അദ്ദേഹം ഇവിടെ ഭയങ്കര റിക്ലൈൻഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഒരു ഗ്രോവിന്റെ അടുത്ത്, ഒരുപാട് മരങ്ങൾ നിറഞ്ഞ ഒരു ഗ്രോവിനടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ചെവിയിൽ ഐ ഹേർഡ് എന്നാണ് പറഞ്ഞത്. ഞാൻ എന്താ കേൾക്കുന്നത്? 1,000 ബ്ലെൻഡഡ് നോട്ട്സ്, ഒരുപാട് മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു മ്യൂസിക് ആണ് അദ്ദേഹം കേൾക്കുന്നത്. ബ്ലെൻഡ് ചെയ്യപ്പെട്ട വളരെയധികം ശബ്ദങ്ങളുള്ള വളരെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ സൗണ്ട്സ് ആണ് അദ്ദേഹം കേൾക്കുന്നത്. സ്വീറ്റ് മൂഡ് വെൻ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് ഇൻ സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. അറ്റ് ദ സെയിം ടൈം ഹി ഫീലിംഗ് സാഡ് അബൌട്ട് സംതിങ് അബൌട്ട് ദ നേച്ചർ. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോഴും, ഇത്രയും ഒരു പ്ലസന്റ് മൂഡിലും ഇത്രയും സന്തുഷ്ടനായിട്ട് ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്? വളരെ സാഡ്ഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആണ് വരുന്നത്, തോട്ട്സ് ആണ് വരുന്നത്. പ്ലസന്റ് തോട്ട്സിനിടയ്ക്ക് സാഡ് തോട്ട്സ് ആണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. അതുപോലെ ആ സാഡ് തോട്ട്സ് എന്താന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട് അടുത്ത സ്റ്റാൻസയില്. അതും നമുക്ക് കാണാൻ സാധിക്കും. 4 ലൈൻസ് ഉള്ള സ്റ്റാൻസയാണ്. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. ഇവിടെ to her fair works did nature link. ഇവിടെ അദ്ദേഹം പ്രകൃതിയുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ആരെയാണ്? ഹ്യൂമൻ സോളിനെയാണ് അദ്ദേഹം ലിങ്ക് ചെയ്യുന്നത്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അറ്റ് ദ സെയിം ടൈം പ്രകൃതിയുമായിട്ട് മനുഷ്യനെ കണക്ട് ചെയ്യുമ്പോഴേക്കും അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്? വളരെയധികം വിഷമമാണ്. ഗ്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആ ചിന്ത, ഒരു ക്വസ്റ്റ്യൻ ആണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഉയരുന്നത്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യനോട് തന്നെ എന്താണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്നത്, അല്ലെ? പ്രകൃതി നമുക്കിവിടെ എല്ലാം തരുന്നുണ്ട്. നമ്മൾ പ്രകൃതിയോട് അത്രയും അധികം ഇണങ്ങി ജീവിക്കേണ്ടവരുമാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ആരോട് ഒരു താങ്ക്ഫുൾ അല്ല. നമ്മുടെ പ്രകൃതിയോട്, തരുന്ന നേച്ചറിനോട് നമ്മൾ ഒരിക്കലും താങ്ക്ഫുൾ അല്ല. നമ്മളിങ്ങനെ ഡേ ബൈ ഡേ എങ്ങനെ റൂയിൻ ചെയ്യാം, എങ്ങനെ നമുക്ക് സന്തോഷം കണ്ടെത്താം, നമുക്ക് എന്തെല്ലാം കെട്ടിപ്പടുത്താം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ആ ഒരു തോട്ടാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ നന്ദിപൂർവം നമ്മൾ മനുഷ്യരും ജീവിക്കണം എന്നുള്ള ഒരു മെസ്സേജ് അദ്ദേഹം പാസ് ചെയ്യുന്നുണ്ട്. ഈ ലൈനും 4 ലൈൻസ് ആണ്. ഇതും ക്വാട്രെയിൻ ആണ്. അടുത്തത്, through primrose tufts in that green bower, the periwinkle trailed its reds, and its time my faith that every flower enjoys the air it breathes. ഇദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ നമുക്കറിയാം, നമുക്ക് അത്രയും ഫെമിലിയർ അല്ലാത്ത കുറച്ച് പൂക്കളുണ്ട്, അല്ലെ? നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാത്ത അവരുടെ കൺട്രീസിൽ കാണുന്ന കുറച്ച് ഫ്ലവേഴ്സിനെയാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം പറയുന്നത് പ്രൈം റോസ് ടഫ്സ്. അതായത് ഒരു വലിയ കൂന പ്രൈം റോസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വളരെ യെല്ലോ കളറിലുള്ള ഒരു ഫ്ലവർ ആണ്. ഈ ഒരു ഫ്ലവർ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഗാർഡനില് ഗ്രീൻ ബോവർ, ഇങ്ങനെ പച്ചിലകൾ കൊണ്ട് നിറഞ്ഞ് ഇങ്ങനെ ഒരു വള്ളിക്കുടിലാണ് ആര് വരുന്നത്? പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റെഡ്. പുതിയ ഒരു ചെടിയല്ലേ, വേറെ ഒരു ചെടിയും അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞിങ്ങനെ വരികയാണ്. പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റെഡ് and tis my faith that every flower enjoys the air it breathes. അതായത് ആ ചെറിയ ചെടിയിൽ, അല്ലെ, പ്രൈം റോസ് എന്ന് പറയുന്ന ആ ഒരു ടഫ്സ്, ആ ഒരു കൂന കൊണ്ടുണ്ടാക്കിയ ആ ചെടിയില് പുതിയ ഒരാളെ കൂടി അവിടെ അക്കോമഡേറ്റ് ചെയ്യാണ്. പെരിവിങ്കിൾ
എന്ന് പറയുന്ന പുതിയ ഒരു ചെടിയും അവിടെ ഇങ്ങനെ പടർന്നു വരികയാണ്. പക്ഷെ എന്നിരുന്നാലും പ്രകൃതി അതിനെ പോലും അല്ലെങ്കിൽ ആ ഒരു ചെടി വേറൊരാൾ കൂടി ഒരു സ്ഥലം കൊടുത്ത് ഇങ്ങനെ കേറ്റുവാണ് അല്ലേ? അതുപോലെ വേറെ ആരെയും അവോയ്ഡ് ചെയ്യാതെ അല്ലെങ്കിൽ ആ ചെടിയെയും കൂടി ജീവിക്കാൻ ആരനുവദിക്കുന്നുണ്ട്? ആ പ്രൈം റോസ് എന്ന് പറയുന്ന ആ ചെടികൾ തന്നെ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്hes അതിനെ കൂടി ജീവിക്കാൻ അനുവദിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രകൃതി ഒരിക്കലും വേറെ ഒന്നിനെയും അല്ലെങ്കിൽ ഒരു ജീവനെയും ഡിനൈ ചെയ്യുന്നില്ല അല്ലേ? അതിനെ ഒരിക്കലും നശിപ്പിക്കാനും നോക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? നമ്മള് നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നോക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷം നോക്കാതെ നമ്മൾ നമ്മളിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നു. എന്നാൽ പ്രകൃതി അങ്ങനെയല്ല. എല്ലാവരോടും ഇണങ്ങി ജീവിക്കാൻ എല്ലാവർക്കും ഒരു സമയവും സ്ഥലവും ആര് കൊടുക്കുന്നുണ്ട്? പ്രകൃതി കൊടുക്കുന്നുണ്ട്. ഉപദ്രവിക്കുന്ന നമ്മളെ പോലും പ്രകൃതി എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. അടുത്തതും അടുത്ത സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? The birds around me hopped and played. Their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. ഇവിടെ പറയുന്നത് ആ അദ്ദേഹത്തിന് ചുറ്റും വേറെ ആരെ കാണാമെന്നാ പറയുന്നത്? ഈ പൂക്കളെയും ഈ ചെടികളെയും മാത്രമല്ല. വേറെ ആരെയൊക്കെ കാണുന്നുണ്ട്? ബേർഡ്സിനെ കാണുന്നുണ്ട്. അത് ഹോപ്പി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തുള്ളി പോവുക അല്ലെ? അങ്ങനെയുള്ള ആ ഒരു ബേർഡ്സിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. അവരുടെ തോട്ട്സ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ആ ഒരു മോഷൻ അല്ലെങ്കിൽ അവർ അത്രയധികം ഹാപ്പിയാണ്. ആ ഒരു വേൾഡില്, ആ ഒരു നേച്ചറില് അവരും ബേർഡ്സും എന്താണ് വളരെയധികം ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അവിടെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ആ ഹാപ്പിനെസ് പറ്റാത്തത്? നമുക്ക് എന്താണ് പിന്നെയും പിന്നെയും നമ്മള് തൃപ്തിയാവാതെ സന്തോഷങ്ങൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കൂട്ടിച്ചേർക്കാനായിട്ട് പോകുന്നത്? കാരണം ബേർഡ്സ് ഹാപ്പിയാണ്, ഫ്ലവേഴ്സ് ഹാപ്പിയാണ്. അവിടെ ആർക്കും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ മാത്രം കോൺകറിങ് നേച്ചറോട് കൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തിനാണെന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് The budding twigs spread out their fan to catch the breezy air. ഇവിടെ ബഡിങ് ട്വിഗ്സ് പുതിയ ചില്ലകൾ അല്ലെ പുതിയ നാമ്പുകൾ നമ്മുടെ ചെടികളിൽ നല്ല പുതിയ പച്ച മുളപ്പുകൾ വരുന്നത് പോലെ ആ പുതിയ ഇലകൾ ഇവിടെ ഇലകളെ ഫാൻ എന്ന് നമുക്ക് പറയാം. ലീവ്സ് എന്ന് ഫാൻ എന്ന് ഉദ്ദേശിക്കുന്ന നമുക്ക് ലീവ്സിനെ ഉദ്ദേശിക്കാം. ദ ക്യാച്ച് ദ ബ്രീസി എയർ അതായത് ഈ ലോകത്തേക്ക് പുതിയ ഓരോ മുകുളങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ പടർപ്പുകൾ വരുമ്പോഴും എന്താണ് ആലോചിക്കുന്നത്? ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പറഞ്ഞാണ് വരുന്നത്. ക്യാച്ച് ദ ബ്രീസി എയർ അവർക്കും പുതിയ എയർ വേണം എന്നുള്ള വിധത്തിലാണ് അവര് വരുന്നത്. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ there was pleasure there. അതുപോലെ നമ്മൾ ചിന്തിച്ചാലും എന്തുണ്ടാവും? നമുക്കും സന്തോഷിക്കാനായിട്ടുള്ളത് ഈ ലോകത്ത് ഈ പ്രകൃതിയിൽ നമുക്കുണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. If this belief from heaven be sent, if such be nature's holy plan, have I no reason to lament what man has made of man? ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തരുന്നത്. നമ്മുടെ ഓരോരുത്തരും നമ്മുടെ റീഡേഴ്സിന്റെ ഉള്ളിലേക്ക് ഇട്ട് തരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ? മനുഷ്യൻ എന്താണ് പിന്നെയും പിന്നെയും ഇങ്ങനെ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. മനുഷ്യൻ മനുഷ്യനോട് തന്നെ എന്താണ് ക്രൂരത കാട്ടുന്നു. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻഡ്, ഇങ്ങനെയുള്ള ഒരു പ്രകൃതിയെ നമ്മളും നമ്മുടെ ഹ്യൂമൻ സോളുമായിട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയെ ഹ്യൂമൻ സോളുമായിട്ട് ലിങ്ക് ചെയ്യണമായിരുന്നെങ്കിൽ, അങ്ങനെ ലിങ്ക് ചെയ്തിരുന്നെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള അതല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുമുള്ള ആ ഒരു ഉത്തരവായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ ജീവിച്ചു പോയേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രയും സങ്കടപ്പെടേണ്ടി വരത്തില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നേച്ചേഴ്സ് ഹോളി പ്ലാൻ എന്ന് പറയുമ്പോൾ ഇവിടെ അദ്ദേഹം അറ്റ്മോസ്റ്റ് ആയിട്ട് കാണുന്നത് നേച്ചറാണ്. നേച്ചറിനെ ഇവിടെ നമുക്ക് ഗോഡ് ആയിട്ട് കാണാം. അത് ഗോഡിന്റെ ഒരു ഹോളി പ്ലാൻ ആയിരുന്നെങ്കിൽ, അത്രയേറെ വിശുദ്ധമായിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരത്തില്ല? ലാമെന്റ്, നമുക്കിങ്ങനെ വിഷമിക്കേണ്ടതായിട്ട് വരത്തില്ല. ഇവിടെ സാഡ് എന്ന് പറയുന്ന വേർഡിന് ഒരുപാട് സിനോണിയംസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലാമെന്റ്, വേറെ കുറേ വേർഡ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. പുതിയ വൊക്കാബുലറി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമുക്ക് ഈ സ്റ്റാൻസേഴ്സിന്റെ തന്നെ ഇതിന്റെ പോയറ്റിക് ഡിവൈസസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ന്യൂ ആയിട്ടുള്ള വൊക്കാബുലറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡ്, ടു മിക്സ് ടുഗദർ സ്മൂത്ത്ലി. രണ്ട് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്യുന്നതിന് ബ്ലെൻഡ് എന്നാണ് പറയുക. ഗ്രോ എന്ന് പറയുമ്പോൾ ഈ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ട്രീസ് ആണ്. ഇവിടെ അദ്ദേഹം അവിടെ റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രോ എന്ന് നമുക്ക് കാണാൻ കഴിയും.
സേറ്റ് എന്ന് പറയുമ്പോൾ സിറ്റ്സ് ടു സാറ്റിസ്ഫൈ കംപ്ലീറ്റ്ലി, അതായത് സിറ്റ് എന്നുള്ള മീനിങ് എടുത്താൽ മതി. ഇവിടെ അദ്ദേഹം ഇങ്ങനെ ആ ഗ്രോവിന്റെ അടുത്ത് ഇരിക്കുകയാണ്. അടുത്ത ഗ്രീവ് എന്ന് പറയുമ്പോൾ ടു ഫീൽ ഡീപ് സോറോ, സാഡ്നെസ്. സാഡ് എന്ന് പറയുന്നതിന്റെ വേറെ സിനോണിയം ആയിട്ട് നമുക്ക് ഇവിടെ ഗ്രീവ് എടുക്കാം. പ്രൈം റോസ്, എ ടൈപ്പ് ഓഫ് ഫ്ലവർ, യെല്ലോ കളർ ഫ്ലവർ ആണ് പ്രൈം റോസ് എന്ന് പറയുന്നത്. പെരിവിങ്കിൾ എന്ന് പറയുമ്പോൾ സ്മോൾ ബ്ലൂ ഓർ പേർപ്പിൾ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പെരിവിങ്കിൾ എന്ന് പറയുന്നത്. ട്വിക്സ് എന്ന് പറയുന്നത് പുതിയ ചില്ലകൾ, സ്മോൾ തിൻ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ ഓർ ബുഷ്. പുതിയ ചില്ലകൾക്കാണ് ട്വിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഫാൻ എന്ന് പറയുമ്പോൾ ടു മൂവ് എയർ. ഇവിടെ നമ്മൾ ലീവ്സ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലെ, പുതിയ ലീവ്സ് ആയിട്ട് വരുമ്പോൾ വരുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അടുത്ത ലാമന്റ് എന്ന് പറയുന്നതും ഒരു സിനോണിയം തന്നെയാണ്. എക്സ്പ്രസ് സോറോ, ഡീപ് സോറോനെസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാമെന്റിങ് എന്നൊക്കെ ആ ടേം നമുക്ക് യൂസ് ചെയ്യാം. ബോവ് എന്ന് പറയുമ്പോഴത്തേനും റൂം എന്നാണ്. ഇവിടെ അതുപോലെ ആ വേർഡിന്റെ കൂട്ടത്തിൽ ബോവർ എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചെടികളുടെ ഒരു പടർപ്പിനെയാണ് അവിടെ റൂം എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രെയിൽഡ്, കെയിം ബിഹൈൻഡ് ആണ് ട്രെയിൽഡ് എന്ന് പറയുന്നത്. ടഫ്സ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ്, ഇവിടെ കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ് ആണ് ടഫ്സ് എന്ന് പറയുന്നത്. ഇനി ആ സ്റ്റാൻസ ഓരോം നോക്കി. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിൽ എന്താണ്? പൊയറ്റിക് ഡിവൈസസ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഐ ഹേർഡ് എ 1000 ബ്ലെൻഡഡ് നോട്ട്സ്. ഇവിടെ പറയുന്നുണ്ട് ആ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്പർ 2 നോക്കിയേ. ദ എക്സ്പ്രഷൻ എ 1000 ബ്ലെൻഡഡ് നോട്ട്സ് ഇസ് ആൻ എക്സാജറേറ്റഡ് എക്സ്പ്രഷൻ. ഹൈപ്പർബലയാണ്. ഒരു ഹൈപ്പർബല എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ഒരു കാര്യത്തെ എന്തോ ഒരു വലിയ കാര്യമായിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് പറയുന്നതിനാണ് ഹൈപ്പർബല എന്ന് പറയുന്നത്. മറന്നു പോകരുത്. എന്തോ ഒരു ചെറിയ കാര്യം നമ്മുടെ ഇപ്പൊ ഇവിടെ നമ്മൾ നേച്ചറിനെ മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോലെ ആ ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ളിലെ വിഷമം, സന്തോഷം അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ 1000 ബ്ലെൻഡഡ് നോട്ട്സ്, നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു 1000 ബ്ലെൻഡഡ് നോട്ട്സ് ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലെ, അല്ലെ കേൾക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യത്തിന്, എന്തോ ഒരു കാര്യത്തിന് ഇങ്ങനെ പെരുപ്പിച്ച് പറയുന്നതിനാണ് ഹൈപ്പർബല എന്ന് പറയുന്നത്. അത് മാത്രമല്ല അതൊരു ഓഡിറ്ററി ഇമേജ് കൂടെയാണ്, നമുക്ക് കേൾക്കാൻ പറ്റും. ഇവിടെ പോയിട്ട് പറയുന്നുണ്ട് ഐ ഹേർഡ് എന്നാണ് പറയുന്നത്. ഹേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓഡിറ്ററി ഇമേജ് ആണ്, ഓഡിയോ ആണ്, നമ്മൾ കേൾക്കുന്നതാണ്. എപ്പോഴും ഇമേജസ് ഉണ്ട്, വിഷ്വൽ ഇമേജസ് ഉണ്ട്, ഓഡിറ്ററി ഇമേജസ് ഉണ്ട്, മെനി കൈൻഡ്സ് ഓഫ് ആണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന വളരെ ലിമിറ്റഡ് ആയിട്ട് ഓഡിറ്ററി ഇമേജും വിഷ്വൽ ഇമേജസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓഡിറ്ററി ഇമേജ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കേട്ടു എന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടാവുന്ന ഇമേജസ് നമ്മൾ പിക്ക് ചെയ്യണം. അങ്ങനെയുള്ള ഇമേജസിനെയാണ് ഓഡിറ്ററി ഇമേജസ് എന്ന് പറയുന്നത്. ഇവിടെ ഐ ഹേർഡ് എന്ന വേർഡ് യൂസ് ചെയ്തു. 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറയുമ്പോൾ മ്യൂസിക് ആണ്, മ്യൂസിക് നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ഹൈപ്പർബലയാണ്, എന്തോ ഒരു ചെറിയ കാര്യത്തെ വലുതാക്കി പറയുന്നതാണ് ഹൈപ്പർബല എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ഇനി ഇവിടെ ഗ്രോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇമേജസിൽ വരുന്നതാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. വിഷ്വൽ ഇമേജസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഗ്രോ ആയിട്ടാണ്. ഗ്രോ എന്ന് പറയുന്ന ഒരു യാർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ട്രീസ് ആയിട്ടോ നമുക്ക് പറയാം. പിന്നെ ഇതിന്റെ റൈമിംഗ് സ്കീം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയണം റൈമിംഗ് സ്കീം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന്. നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് പറയാം. ഇവിടെ എൻഡ് ഓഫ് ദ ലൈൻ വി ക്യാൻ സീ ദ റൈമിംഗ് വേർഡ്സ് അല്ലെ. റൈമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ലൈനിന്റെയും അവസാനം കാണാൻ പറ്റുന്ന വേർഡ്സ് ആണ്. ആ വേർഡ്സിന് ഇപ്പം ഫസ്റ്റ് വേർഡ് ഞാൻ ഇങ്ങനെ ഇവിടെ എന്താണ്, ഫസ്റ്റ് വേർഡിന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്താൽ ആ ബ്ലെൻഡഡ് നോട്ട്സ്, ആ നോട്ട്സ് എന്ന് പറയുന്നത് ഒരു റൈമിൽ, ഒരു പർട്ടിക്കുലർ റൈമിലായിരിക്കും, ഒരു റിതത്തിലായിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. അടുത്ത സെക്കൻഡ് ലൈൻ നോക്കിയേ, റിക്ലൈൻഡ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് വേറൊരു റൈം അല്ലെങ്കിൽ ഒരു റിതം ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോട്ട്സ് എന്നുള്ളത് എ എന്ന് കൊടുത്താൽ എനിക്ക് റിക്ലൈൻഡ് എന്ന് പറയുന്നത് എന്തായിട്ട് കൊടുക്കാം? ബി ആയിട്ട് കൊടുക്കാം. ഇനി അടുത്ത വേറൊരു റിതമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നെങ്കിൽ എനിക്ക് സി കൊടുക്കാം. തോട്ട്സ് എന്ന് പറയുന്നത് വേറൊരു റൈമാണ്. ഈ രണ്ട് റിതവുമായിട്ടൊരു ബന്ധവും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സി കൊടുക്കാം. പക്ഷെ ഇവിടെ എനിക്കറിയാം തോട്ട്സ്, നമുക്ക് കേൾക്കാം അല്ലെ, തോട്ട്സ്, നോട്ട്സ്, റിക്ലൈൻഡ്. ഇവിടെ ഏറ്റവും അടുത്ത് വരുന്നത് രണ്ട് വേർഡ്സ് ആണ്. ഏത് വേർഡ്സ് ആണ്? ഫസ്റ്റിലെ വേർഡും നോട്ട്സ് എന്ന വേർഡും തോട്ട്സ് എന്നുള്ള വേർഡുമാണ്. അപ്പൊ അത് രണ്ടും സെയിം റിതമാണ് അത് ഫോളോ ചെയ്യുന്നത് അല്ലെ. ആ സെയിം റിതം ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ സെയിം ലെറ്റർ കൊണ്ട് പറയാം. നോട്ട്സ് എ എന്ന് കൊടുക്കാം, തോട്ട്സ് എ എന്ന് കൊടുക്കാം. അപ്പോൾ അവിടെ രണ്ടും എ എന്ന് മാർക്ക് ചെയ്യാം. ഇനി റിക്ലൈൻഡ് ആണെങ്കിൽ നമുക്ക് വേറൊരു ലെറ്റർ കൊണ്ട് മെൻഷൻ ചെയ്യാം, ബി എന്ന് നോട്ടീസ് ചെയ്യാം. അടുത്തത് മൈൻഡ്. അപ്പോൾ റിക്ലൈൻഡ്, മൈൻഡ് പറയുമ്പോൾ ഒരേ റിതം വരുന്നത് കൊണ്ട് നമുക്ക് അതിനെ ബി ബി എന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇവിടുത്തെ റൈമിംഗ് സ്കീം വരുന്നത്. എ ബി എ ബി. എ എന്ന് പറയുന്ന നോട്ട്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്തു, അതേ സെയിം സൗണ്ടിൽ തോട്ട്സ് റിപ്പീറ്റ് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, മറന്നു പോകരുത്, ബി എന്നുള്ള ഒരാള്.
സെയിം ആ ഒരു പാറ്റേണിൽ ആ ഒരു സ്കീമാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. ആ ഒരു ത്രൂ ഔട്ട് പോയത്തിലും ഈ ഒരു സ്കീം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റാൻസയില് ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദി ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. ഇവിടെ പറയുമ്പോൾ ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. ഇവിടെ ഹെർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയായിരിക്കാം? പ്രകൃതിയായിരിക്കാം. ഹർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്കറിയാം അവൾ അല്ലെങ്കിൽ അവൻ, ഹി, ഷീ എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ മനുഷ്യരെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങുമായിട്ടായിരിക്കും പറയുന്നത് അല്ലേ? നമ്മൾ അല്ലാതെ വേറെ ആരെയും അങ്ങനെ പറയാറില്ലല്ലോ. അപ്പോൾ ഹ്യൂമനുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഹ്യൂമനുമായിട്ട് ചേർത്ത് പറയുന്നതിനെ വേറൊരു കാര്യത്തിന് ഇപ്പൊ പ്രകൃതിയാണ് ഇവിടെ ഹ്യൂമനുമായിട്ട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ട്. പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. ഹെർ എന്ന് പറയുന്നത് നേച്ചറിനെ ആണ് പേഴ്സോണിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ഫസ്റ്റ് നോക്കിയേ, വണ്ണിനകത്ത് പേഴ്സോണിഫിക്കേഷൻ പറയുന്നുണ്ട്. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. ഇവിടെ ഹെർ എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സോണിഫൈ ചെയ്യാണ്. അതായത് ഒരു നേച്ചർ ആസ് എ വുമൻ എന്ന് കൺസിഡർ ചെയ്യാണ്. നേച്ചറിനെ വിമൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്തത് 2 നോക്കിയേ, നമ്പർ 2 വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇവിടെ ഒരു അലിട്രേഷൻ എന്നാണ് പറയുന്നത്. ആദ്യം അലിട്രേഷൻ എന്താന്ന് പറയട്ടെ. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ കോൺസണന്റ് സൗണ്ടിന്റെ റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇവിടെ ഏത് സൗണ്ടാ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. മ് എന്ന് പറയുന്ന സൗണ്ട് ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? മാൻ മ്, ഹാസ് മെയ്ഡ് മ്, ഓഫ് മാൻ മ് സൗണ്ട് ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോ ആ എം എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ട് ആണ് അല്ലെ? കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ അലിട്രേഷൻ എന്നാണ് പറയുന്നത്. ഇനി ആസണൻസ് ആണെങ്കിലോ, ആസണൻസ് ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? ഏതെങ്കിലും ഒരു ലൈനകത്ത് ഒരു പർട്ടിക്കുലർ കോൺസണന്റ് സൗണ്ട് ആണ് വവൽ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ആസണൻസ് എന്ന് പറയാം. ഇവിടെ നമുക്ക് അലിട്രേഷൻ ആണുള്ളത്. കോൺസണന്റ് സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അടുത്തത് സ്റ്റാൻസ 3 നോക്കിയേ. ത്രൂ പ്രൈംറോസ് stuffs in that green bower the periwinkle trailed its rats. ഇവിടെ പ്രൈംറോസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പ്രൈംറോസ് നമുക്ക് കാണാനേ പറ്റുള്ളൂ. ഒരു പൂവിനെ നമുക്ക് കാണാനേ പറ്റൂ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്രൈംറോസ് എന്ന് പറയുന്നത് ഒരു ഫ്ലവർ നെയിം ആണ്. അപ്പോൾ നമുക്കത് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്നതിനെ നമ്മൾ എന്ത് ഇമേജ് ആയിട്ടാണ് പറയുന്നത്? വിഷ്വൽ ഇമേജസ് ആണ്. വിഷ്വലൈസ് ചെയ്യാണ്. പ്രൈംറോസ്, അതുപോലെ തന്നെ ഗ്രീൻ ബോവ്, ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഒക്കെ എന്താണ്? വിഷ്വൽ ട്രീറ്റ് തരുന്നതാണ്. വിഷ്വൽ ഇമേജസ് ആണ്. പെരിവിങ്കിൾ, അതുപോലെ തന്നെ റെഡ്സ് എന്നൊക്കെ പറയുന്നത് വിഷ്വൽ ഇമേജ് ആണ്. അടുത്ത നോക്ക്. ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത് ദാറ്റ് എവ്രി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ എഫ് റെഡ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എന്തായിരിക്കും വരുന്നതെന്ന്? ഇവിടെ ഒരു അലിട്രേഷൻ വരുന്നുണ്ട് ഇവിടെ. കാരണം എഫ് എന്ന് പറയുന്ന സൗണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ തന്നെ വിഷ്വൽ ഇമേജസ് ആണ് പ്രൈംറോസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതിൽ ഫിഗർ ഓഫ് സ്പീച്ചിലാണ് എവ്രി ഫ്ലവർ എൻജോയ്സ് ദ എയർ ബ്രീത്ത്സ്. ഇവിടെ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ എവ്രി ഫ്ലവർ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്? അവർ അല്ലെങ്കിൽ എന്താണ് ഈ ബ്രീത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയായിരിക്കും കമ്പയർ ചെയ്യുക? ആരോടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഉപമിക്കുന്നത്? മനുഷ്യരോടായിരിക്കും അല്ലെ? ബ്രീത്ത് ചെയ്യുക. നമ്മളിപ്പോ എന്താണ് നല്ല എയർ, നല്ല ഒരു എയർ ശ്വസിച്ചു എന്നല്ലെങ്കിൽ ബ്രീത്ത് ചെയ്തു, ഫ്രഷ് എയർ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ശ്വാസത്തോടാണ് അല്ലെ നമ്മൾ അത് ഉപമിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഇവിടെ ബ്രീത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആരോടായിരിക്കും അത് ഉപമിക്കുന്നത്? മനുഷ്യനോടാണ്. അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ പേഴ്സോണിഫൈ ചെയ്ത് പറയുന്നത്. ആ ബ്രീത്ത് എന്ന് പറയുന്നത് ആരോട് ഉപമിക്കുന്നുണ്ട്? മനുഷ്യനോട്, പ്രകൃതിയിലെ ഫ്ലവേഴ്സിനെ അല്ലെങ്കിൽ ലീവ്സിനെ ഒക്കെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. എവ്രി ഫ്ലവർ എൻജോയ്സ് എയർ ഇറ്റ് ബ്രീത്ത്സ് ഇവിടെ പേഴ്സണിഫിക്കേഷനുമാണ്. അതുപോലെ തന്നെ ഫെയ്ത്ത് ദാറ്റ് എവ്രി ഫ്ലവർ, എഫ് സൗണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അലിട്രേഷൻ കൂടിയാണ്. അടുത്തതെന്ന് പറയുമ്പോൾ ദ ബേർഡ്സ് അറൌണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. ദ ബേർഡ്സ് അറൌണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. ഇവിടെ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്ന എന്താന്നാണ് പറയുന്നത്? ബേർഡ്സ് ചുറ്റും നിന്ന് ഇങ്ങനെ എന്താണ് സന്തോഷത്തോടെ ഇങ്ങനെ ചാടുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകുന്നതിനെയാണ് എന്താ ഹോപ്ഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബേർഡ്സിനെ കാണുന്നു.
ബേർഡ്സിനെ അദ്ദേഹം കാണുന്നത് ഇവിടെ ഒരു വിഷ്വൽ ഇമേജസ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിനകത്ത് നോക്കി എവിടെങ്കിലും ഒരു അലിട്രേഷൻ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടോ? ഏതെങ്കിലും കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടോ? നമ്മൾ എപ്പോഴും നമുക്ക് അറിയാത്ത പോയം ആണെങ്കിൽ പോലും ആ ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കണം. നമുക്കറിയുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്തുണ്ടോ? ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അൺനോൺ പോയം ആയിരിക്കും തരുന്നത്. അതിനകത്ത് അലിട്രേഷനോ ആസണൻസോ റൈമിംഗ് വേർഡ്സ് അതൊക്കെയായിരിക്കും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാതെ പേഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മളിങ്ങനെ ആ മീനിങ് ഗ്രാസ്പ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഈ ട്രിക്കുകളൊന്നും മറന്നു പോകരുത്. ബട്ട് ദ ലീസ്റ്റ് മോഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ നോക്കണം ഏത് സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇതിനകത്ത് ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ലെറ്റർ ആണ് എം എന്ന് പറയുന്ന സൗണ്ട് വരുന്നത്. അത് കോൺസണന്റ് സൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഒരു അലിട്രേഷൻ ആയിട്ട് നമുക്ക് പറയാം. അടുത്തതെന്ന് പറയുമ്പോ സ്റ്റാൻസ 5 വരുന്നത് എന്താണ്? The budding twigs spread out the fan to catch the breezy air. ഇവിടെ എന്ന് പറയുന്നതും പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രകൃതിയെ ഇവിടെ മാനോട് തന്നെ ലിങ്ക് ചെയ്യാണ്. ബഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ഓഫ് ദ ഫാൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ? അതും ആ സെയിം കാര്യം തന്നെ ബ്രീസി എയർ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഇലകൾക്ക് അല്ലേ ഇങ്ങനെ പുതിയ ഇലകൾ ഇങ്ങനെ ആ ഒരു പുതിയ ലോകത്തെ കാണാനായിട്ട് മനുഷ്യൻ പിറക്കുന്നത് പോലെ പുതിയ ലോകത്തെ അല്ലെങ്കിൽ ആ പുതിയ ലോകത്തെ അറിയാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാന്റും പിറക്കുന്ന കാര്യമാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബർത്തും അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെന്റും എല്ലാം ആരോടാണ് ഉപമിച്ചിരിക്കുന്നത്? പ്രകൃതിയോടാണ് അല്ലെങ്കിൽ നേച്ചറിനെ ലിങ്ക് ചെയ്തിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും പേഴ്സോണിഫിക്കേഷൻ ആണ്. അതുപോലെ ബ്രീസി എയർ എന്ന് പറയുന്നത് നമ്മൾ ഫീൽ ചെയ്യാണ് അല്ലെ? ഇപ്പൊ നമുക്കറിയാം നല്ല തണുത്ത കാറ്റൊക്കെ നമ്മുടെ എന്താ മുഖത്തേക്ക് അടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ വന്ന് ടച്ച് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇമേജസ് ആണ് ടാക്ടൈൽ ഇമേജസ് എന്ന് പറയുന്നത്. ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ബ്രീസി എയർ എന്ന് പറയുമ്പോൾ ഒരു കാറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഒരു തണുത്ത നേർത്ത ഒരു കാറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു തലോടലാണ് ഇവിടെ ടാക്ടൈൽ ഇമേജ് ആയിട്ട് ഇവിടെ പറയുന്നത്. That there was pleasure there എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്? That there was a pleasure there. ഇവിടെ ദ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന ആ ഒരു കോൺസണന്റ് സൗണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലിട്രേഷൻ എന്ന് പറയാം. ബഡിങ് ട്വിഗ്സ് എന്ന് പറയുന്നത് പുതിയ നാമ്പുകൾ വരുന്നത് അല്ലേ? അതിനെ ഒരു വിഷ്വൽ ഇമേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് അത് കണ്ടറിയാനാണ് സാധിക്കുന്നത്. അടുത്തത് സ്റ്റാൻസ 6 നോക്കാം. If this belief from heaven be sent, such be a nature's holy plan. ഇവിടെ ഈ ലാസ്റ്റ് ഈ ഒരു ലൈൻ പറയുന്നത് ഹാവ് ഐ നോ റീസൺ ടു lament what man has made of man. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണല്ലോ എൻഡ് ചെയ്യുന്നത്. ഈ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ എപ്പോഴെങ്കിലും ഒരു പോയത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ അത് എന്തായാലും കുറച്ചുകൂടി തിങ്ക് ചെയ്യാൻ വേണ്ടി അത് നമ്മളോടുള്ള അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസിനോടുള്ള റീഡേഴ്സിനോടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ വീണ്ടും വീണ്ടും തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈനോ കാര്യം ഒരു പോയത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. റിത്തറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ റിത്തറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ അദ്ദേഹം നമുക്ക് ഇട്ട് തന്നിരിക്കുന്നത്. കാരണം വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ മനുഷ്യനോട് തന്നെ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് റിയലൈസ് ചെയ്യാൻ ഒരു സെൽഫ് റിയലൈസേഷൻ നടത്താനാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഈ ഭൂമിയിൽ ഈ മനുഷ്യർ എന്താണ് ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് മനസ്സിലാവാത്തതാണ് നമ്മളോട് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഒരു റെപ്പറ്റീഷൻ ഉണ്ട്. എന്താണ്? കോൺസണന്റ് സൗണ്ട് ആണ് ഇവിടെ റെപ്പറ്റീഷൻ വരുന്നത്. മാൻ മെയ്ഡ് മാൻ, ഇവിടെ സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇവിടെ നേച്ചേഴ്സ് ഹോളി പ്ലാൻ എന്നൊക്കെ പറയുന്നത് പേഴ്സോണിഫൈ ചെയ്ത് പറയാണ് അല്ലേ? ഗോഡ്സ് പ്ലാൻ എന്നൊക്കെ പറയുന്നതാണ്. നേച്ചറിനെ ഗോഡായിട്ട് കൺസിഡർ ചെയ്ത് പറയുന്നുണ്ട്. അതൊരു പേഴ്സോണിഫിക്കേഷൻ ആണ്. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വന്നാൽ ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതില് ഈ ഒരു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടേം തന്നിട്ടാണ് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പോൾ നമ്മൾ ആ എക്സ്പ്രഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി വെക്കണം. ഇവിടെ എക്സ്പ്രഷൻ ചോദിക്കുന്നത് ഐ സാറ്റ് റിക്ലൈൻഡ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതെന്ന് പറയുന്നത് ക്വയറ്റ് റിലാക്സ്ഡ് ആയിട്ട് അദ്ദേഹം ഇരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അടുത്തതും
അതുപോലെ വൈ ഡസ് എ പോയറ്റ് ഫീൽ സാഡ് വൈൽ റിക്ലൈനിങ് ഇൻ ദ ഗ്രോവ്? ഇവിടെ അദ്ദേഹം എന്തുകൊണ്ടാണ് ആ സെയിം സമയം ആ ഒരു സെയിം ടൈമിൽ അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. സാഡ് തോട്ട്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലേക്ക് വരാന് എന്താ മനുഷ്യൻ മിസ്ട്രീറ്റ് ചെയ്യുന്നു ആരെ? നേച്ചറിനെ മിസ്ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു എന്താണ് വിഷമമാണ് അദ്ദേഹത്തിന്റെ ഉള്ളില് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാല് നേച്ചറുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? എന്താണ് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തെ കണക്ട് ചെയ്യുന്നത് നോക്കി. ഹി അസോസിയേറ്റ് ഹിംസെൽഫ് വിത്ത് നേച്ചർ ബൈ തിങ്കിങ് ദാറ്റ് ഹിസ് സോൾ ഈസ് ലിങ്ക്ഡ് വിത്ത് നേച്ചർ. നേച്ചർ ആൻഡ് മാൻ ഷെയർ ദ സെയിം സോൾ ആൻഡ് ദേ ആർ കണക്റ്റഡ്. ഒരേ ആത്മാവാണ് പ്രകൃതിക്കും മനുഷ്യനും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരേപോലെ ഷെയർ ചെയ്യേണ്ടവരാണ്. പക്ഷെ എന്നിരുന്നാൽ പ്രകൃതി പ്രകൃതിയോട് ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മനുഷ്യനോട് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ തിരിച്ചങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള നിലപാടാണ് മനുഷ്യനുള്ളത്. മനുഷ്യൻ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നില്ല? പ്രകൃതിയെ ലിങ്ക് ചെയ്യാനായിട്ടോ കാണാനായിട്ടോ കൺസിഡർ ചെയ്യാനായിട്ടോ ശ്രമിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആ ഒരു റെത്തറിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് തിങ്ക് ചെയ്യാൻ തന്നിരിക്കണം അല്ലേ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, വാട്ട് ഡസ് ദിസ് ലൈൻസ് കൺവേ? എന്താണ് കൺവേ ചെയ്യുന്നത് നോക്കി. ദീസ് ലൈൻസ് കൺവേ ദ സാഡ്നെസ് ഓഫ് ദ പോയിറ്റ് ഹു സീസ് ഹൗ മാൻ മിസ്ട്രീറ്റ്സ് ഹിസ് ഫെലോ ബീങ്. മനുഷ്യനെ എങ്ങനെ എന്താണ് നമ്മുടെ മനുഷ്യര് ഫെലോ ബീങ്, നമ്മുടെ ഫെലോ ബീങ്സ്, നമ്മുടെ ആനിമൽസ് ആവട്ടെ, നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ അവരെ മിസ്ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കി. ദ വാർസ് ആൻഡ് ബ്ലഡ് ഷെഡ് ദാറ്റ് മാൻ മേക്സ് us against the principle of nature. ഇവിടെ ആ ഒരു സിറ്റുവേഷൻ, ആ ഫ്രഞ്ച് റവല്യൂഷൻ സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അത് മനസ്സിലിരിക്കും ആൻസർ എന്തായിരുന്നു. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വാസും ബ്ലഡ് ഷെഡും ആണ് അല്ലെ. എല്ലായിടവും എന്താണ് അടി പിടി അതുപോലെ ബ്ലഡ് ഷെഡ് ആണല്ലേ എല്ലാം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് ആ ഒരു രീതിയിൽ നേച്ചർ പ്രിൻസിപ്പിൾ ആരുടെ നേച്ചറിന്റെ പ്രിൻസിപ്പിളിനെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിളിനെ കംപ്ലീറ്റ് ഡിനൈ ചെയ്യുന്ന രീതിയിലാണ് മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത്. മനുഷ്യൻ പ്രകൃതി ഒരുപാട് റൂയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആ ഫസ്റ്റ് പിക്ചർ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആ ഒരു ടൈമിൽ നമ്മൾ എന്തായിരുന്നു, ആ ഫ്രഞ്ച് റവല്യൂഷൻ ടൈമിൽ നമ്മൾ പ്രകൃതിയെ ഒരുപാട് മിസ്ട്രീറ്റ് ചെയ്യായിരുന്നു. ഇനി നേച്ചർ ഇനി എന്ന് ചോദിക്കുന്നത് പീസും ബ്യൂട്ടിയുമാണ് അല്ലെ. നമുക്ക് നമ്മുടെ ദൈവം പ്രകൃതിക്ക് തന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അൺഹാപ്പി തിങ്സ് എല്ലാം ഒഴിവാക്കാം എന്നാണ്, ഈ കോറലും ഫൈറ്റും ഒക്കെ ഒഴിവാക്കി ആ ഗോഡ്സ് ഹോളി പ്ലാൻ എന്നോണം അത് ഫോളോ ചെയ്യാനാണ് നമ്മളോട് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു പോയിറ്റ് തിങ്ക് ദാറ്റ് എവ്രി ഫ്ലവർ എൻജോയ്സ് ദ എക്സിസ്റ്റൻസ്. ഓരോ പുതിയ പൂവും അല്ലെ, ഓരോ പുതിയ ഫ്ലവറും അതിന്റെ ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് പിറക്കുന്നത്. നമ്മൾ ആ പോയത്തിൽ കണ്ടുള്ള ഓരോ പുതിയ പുഷ്പങ്ങളും അല്ലെങ്കിൽ എന്താണ് പുതിയ ട്വിക്സ് ഒക്കെ ഉണ്ടാവുന്നത് അതിന് ആ ഒരു ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നോ ഇവിടെ ഉണ്ടായിരുന്ന ആ ഫ്രഞ്ച് റെവല്യൂഷൻ ആ സമയത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ സമയത്ത് തന്നെ ചിന്തിച്ചു നോക്ക് ഉണ്ടാവുന്നത്. നമ്മൾ അവരെ ജീവിക്കാൻ, അല്ലെങ്കിൽ ലെറ്റ് ദം ലീവ് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ നമ്മൾ തന്നെ ഫോളോ ചെയ്യുന്നില്ല അല്ലെ. അപ്പോ പ്രകൃതിയോടും നമ്മൾ ആ ഒരു അവരുടെ റൈറ്റും ഡിനൈ ചെയ്യുന്നു. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ റൈറ്റ്സും നമ്മൾ ഡിനൈ ചെയ്യുന്നു. ഇക്വാലിറ്റിയും അതുപോലെ ഫ്രീഡവും ഒന്നും ആര് കൊടുക്കുന്നില്ല? നമ്മള് ഈ സമയത്തും കൊടുക്കുന്നില്ല, ആ സമയത്തും കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പോയിന്റ് നന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അടുത്തത് നേച്ചേഴ്സ് ഹോളി പ്ലാൻ എന്താന്ന് ഇവിടെ പറയുന്നുണ്ട്. നേച്ചേഴ്സ് ഹോളി പ്ലാൻ ഇസ് ടു മേക്ക് എവറിത്തിങ് ആൻഡ് എവറിബഡി ഹാപ്പി അല്ലെ. എവറിത്തിങ് ആൻഡ് എവറിബഡി ഹാപ്പിയാണ്. ഹാപ്പിനെസ് ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയുള്ള ഹാപ്പിനെസ് ആണ്? കംപ്ലീറ്റ് ഹാപ്പിനെസ് ആണ് അല്ലെ. എല്ലാ ജീവജാലങ്ങളുടെ ഹാപ്പിനെസ് ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതിനു വേണ്ടിയിട്ടാണ്, ആ എല്ലാ ജീവജാലങ്ങളുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ദൈവം എന്ത് സൃഷ്ടിച്ചതെന്ന് പറയുന്നത്? ഭൂമിയെ, ഈ നേച്ചറിനെ ഇത്രയും മനോഹരമാക്കി സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ? ആ സമയവും എന്തിലാണ് ആ ടേംസ് പഠിച്ചു വെച്ചിരിക്കുക. കോറലിംഗ് ആൻഡ് ഫൈറ്റിംഗ് എന്നുള്ള ടേംസ് ഒക്കെ നോക്കി വെച്ചിരിക്കുക, കീ വേർഡ്സ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ആ കോറലിംഗും ഫൈറ്റിംഗിലും ഒക്കെയാണ് മനുഷ്യര് കോൺസെൻട്രേറ്റ് ചെയ്തത്. മനുഷ്യന്റെ ഗ്രീഡിനെസ് അല്ലെ, ഗ്രീഡിനെസ്, ഹീസ് ഗ്രീഡി ആൻഡ് ഓഫൻ സ്പെൻഡ്സ് ഹിസ് ലൈഫ് ഗെറ്റിംഗ് ആൻഡ് സ്പെൻഡിങ് മണി വിതൗട്ട് എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. നമുക്ക് നമ്മുടെ പ്രകൃതിയെ ആസ്വദിക്കാനോ അല്ലെങ്കിൽ അത് തരുന്നതിനോട് നന്ദി പറയാനോ ഒന്നും നമുക്ക് സമയമില്ല. നമ്മൾ നമ്മുടെ ഗ്രീഡിന് പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. പുതിയ സന്തോഷങ്ങൾ തേടി ആ ഒരു ഗ്രീഡ്നെസ് ആയിട്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കാനൊന്നും പാടില്ല എന്നാണ് ഈ പോയറ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനൊരു
എന്താണ് സജസ്റ്റ് ആൻ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഇപ്പൊ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു പോയം തന്നിട്ട് ഒരു അൺനോൺ പോയം ആയിക്കോട്ടെ ആ പോയം തന്നിട്ട് റീഡ് ഔട്ട് ചെയ്ത് നമ്മൾ പിന്നെയും പിന്നെയും റീഡ് ചെയ്യുക അതിന്റെ മീനിങ് എന്താണ് മെയിൻ തീം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്താണ് നമ്മളോട് കൺവേ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക ആ ടൈറ്റിൽ എപ്പോഴും നന്നായിരിക്കണം ക്യാച്ചിയൻ ടൈറ്റിൽ നമുക്കറിയാം ടൈറ്റിൽ എഴുതുമ്പോഴത്തേനും എന്താണ് വളരെയധികം ക്യാച്ചി ആവണം അട്രാക്റ്റീവ് ആയിരിക്കണം അതുപോലെ തന്നെ നല്ലൊരു വൊക്കാബുലറി യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇവിടെ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എപ്പോഴും ഓർത്ത് വയ്ക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതാ ഇവിടെ ചെറുതായിട്ട് ഒന്നുകൂടി പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോർട്ടാക്കി ഇത് നമുക്ക് കുറച്ചുകൂടി ആ അപ്രീസിയേഷൻ പഠിച്ച് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഈ ഹിൻസ് എഴുതാവുന്നതാണ് ദ ഹ്യൂമൻ വേൾഡ് ഈസ് ഫുൾ ഓഫ് കോറൽസ് ആൻഡ് ഫൈറ്റ്സ് ഇത് ഒരു ഫ്രഞ്ച് റെവല്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടും ഇന്നത്തെ ഒരു കാലം വെച്ചിട്ടും തന്നെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഇറ്റ് ഈസ് ഫുൾ ഓഫ് പെയിൻ ആൻഡ് മിസറി ഡിസീസ് ആൻഡ് ഡെത്ത് നമുക്കറിയാം ഇന്ന് പ്രകൃതി ദുരന്തങ്ങളും വന്നു തുടങ്ങി ഒരുപാടധികം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിനെല്ലാം കാരണം നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക നമ്മൾ ഇനിയെങ്കിലും ആ തെറ്റുകൾ തിരുത്തുക അപ്പോൾ ആ ഒരു പെയിൻ ആൻഡ് മിസറി ഡിസീസസ് ആൻഡ് ഡെത്ത് ഇതൊക്കെയും അദ്ദേഹം പറയുന്നുണ്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ആ ഫ്രഞ്ച് റെവല്യൂഷൻ ബാക്ക്ഗ്രൗണ്ട് വെക്കുക മിസറി is caused by man himself as he does not love his fellow being and help others. നമ്മൾ ഒരിക്കലും മറ്റൊരാളെ സഹായിക്കാൻ അല്ലെ വി ഹെസിറ്റേറ്റ് ടു ലെൻഡ് അവർ ഹാൻഡ്സ് ടു സംബഡി നമ്മൾ ഒരാൾക്ക് ഒരു കൈ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്യാനായിട്ട് നമ്മൾ ഭയങ്കര മടിച്ചു നിൽക്കുന്ന ആൾക്കാരാവാണ് അല്ലേ നമുക്ക് ദോഷമില്ലാത്തതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഫെലോ ബീയിങ്സിനെ സഹായിക്കാം അത് മനുഷ്യരായിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റണം എന്നാണ് അദ്ദേഹം നല്ലൊരു മെസ്സേജും നമുക്ക് തരുന്നുണ്ട് നമ്മൾ റീതിങ്ക് ചെയ്യുക പിന്നെയും പിന്നെയും തിങ്ക് ചെയ്യാനാണ് അദ്ദേഹം നമ്മളോട് പ്രേരിപ്പിക്കുന്നത് ഇനി പോയറ്റിക് അപ്രീസിയേഷൻ അവിടെ താഴെ പറയുന്നുണ്ട് നമുക്കറിയാം ഹൗ ടു അപ്രീഷിയേറ്റ് എ പോം ഒരു പോയം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് നല്ല ഒരു എന്താണ് പോയറ്റിനെ കുറിച്ച് ആദ്യം നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് അതിന്റെ മെയിൻ തീം എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഒരു സെക്കൻഡ് പാരഗ്രാഫ് ഒക്കെ തുടങ്ങുക അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാരഗ്രാഫിലോ അല്ലെങ്കിലോ ആ പോയത്തിന്റെ പോയറ്റിക് ഡിവൈസസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്കുള്ള ആ ഒരു നമ്മുടെ സ്വന്തം ഒപ്പീനിയൻസ് നമുക്ക് അതിൽ എഴുതാവുന്നതാണ് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസിന് എപ്പോഴും വാല്യൂ ആണ് അത് ചേർത്ത് എപ്പോഴും കൺക്ലൂഡ് ചെയ്യാവൂ ക്ലോസ് ചെയ്യാവൂ അപ്പോൾ ആ പോയത്തിന്റെ അപ്രീസിയേഷൻ നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ അതിപ്പം ഇതെന്നല്ല ഏത് പോയോ ആയിക്കോട്ടെ അങ്ങനെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് ഇവിടെ തന്നിട്ടുണ്ട് ഇതിൽ മെയിൻ ആയിട്ടുള്ള കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക ഈ പോയം ഒന്നുകൂടെ വായിക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ വെക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിലെ പോയറ്റിക് ഡിവൈസസ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യവും നമുക്ക് എന്ത് ചെയ്യാം മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് നമുക്ക് പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസ് പഠിക്കുക ബൈ